നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ഭൂഗർഭജല ഉപയോഗം നടക്കുന്നത് തീരപ്രദേശത്താണ്. മലിനീകരിക്കപ്പെടാനും ഉപ്പുവെള്ളം കയറാനും ഏറെ സാധ്യതയും ഇവിടെയാണ്. അതീവ ശ്രദ്ധ ഈ പ്രദേശത്തുള്ളവർ കാണിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവുക. മലനാട് പ്രദേശത്ത് മണ്ണ് ജലസംരക്ഷണം ഫലപ്രദമായി നടപ്പാക്കിയാൽ മാത്രമേ കേരളത്തിൽ ജലലഭ്യത വർദ്ധിപ്പിക്കാനാകൂ. കാരണം അവിടെ നിന്ന് ഭൂഗർഭജലം നീരുറവകളായി മറ്റ് ഭാഗങ്ങളിലെത്തുന്നു. ഭൂമിയിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നത് മഴയാണ്. ജലപരിവൃത്തിയിലൂടെ മഴ തുടർച്ചയായി സംഭവിക്കുന്നു. വനങ്ങളും കാവുകളും സംരക്ഷിക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും മഴയുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങി ലഭിക്കുന്ന ജലത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാനും മുഴുവൻ ജലവും ഒഴുകിപ്പോയി കടലിലെത്താതിരിക്കാനും നടപടികൾ വേണം. ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും വയലുകളും സംരക്ഷിച്ചും വിപുലപ്പെടുത്തിയും കൂടുതൽ ജലം സംരക്ഷിച്ചു നിർത്തണം. കുന്നിടിക്കാതെയും വയലുകളും തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും നികത്താതെയും മണലൂറ്റി പുഴ നശിപ്പിക്കാതെയും ഉപരിതല ഭൂഗർഭജല സ്രോതസ് ശക്തിപ്പെടുത്തണം. കാലവർഷവും തുലാവർഷവും കേരളത്തെ മഴവെള്ളത്തിൽ സമൃദ്ധമാക്കുന്നു. എന്നിട്ടും കേരളം ജലദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. മഴ സമൃദ്ധി ജലസമൃദ്ധിയാകണമെങ്കിൽ ലഭിക്കുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തണം. ഏറ്റവും കൂടുതൽ വെള്ളം കൃഷിക്കാണ് ആവശ്യം വരുന്നത്. വെള്ളം മണ്ണിൽ താഴാൻ ഏറെ സഹായിക്കുന്ന കൃഷികളും വെള്ളം ഒഴുക്കിക്കളയുന്ന കൃഷികളുമുണ്ട്. ശാസ്ത്രീയമായ കാർഷിക മുറകളിലൂടെയും ജലോപയോഗം കുറഞ്ഞ രീതിയിലുള്ള ജലസേചനത്തിലൂടെയും ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ കൃഷികളിലൂടെയും മാത്രമേ ജലം സംരക്ഷിക്കപ്പെടൂ. കൃഷി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് വ്യവസായത്തിനാണ്. ജലം അമിതമായി ഉപയോഗിക്കുന്നതും ജലം തന്നെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതുമായ വ്യവസായങ്ങൾ ജലപ്രശ്നം രൂക്ഷമാക്കുന്നു. അത്തരം വ്യവസായങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത കാട്ടണം. ഗാർഹിക ആവശ്യങ്ങൾക്കാണ് പിന്നെ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. അശാസ്ത്രീയമായും വീണ്ടുവിചാരമില്ലാതെയും വെള്ളം വീടുകളിൽ ഉപയോഗിക്കുന്നത് ആപത്ത് വിളിച്ചു വരുത്തുന്നു. ധാരാളിത്തം ഒഴിവാക്കി ഓരോരുത്തരും മിതമായി ഉപയോഗിച്ചാൽ 50% വരെ വെള്ളം പല വീടുകളിലും ലാഭിക്കാവുന്നതാണ്. വൈദ്യുതി ഉൽപാദനത്തിന് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പാഴാക്കുന്നില്ല. വൈദ്യുതി ഉൽപാദന ശേഷം ആ വെള്ളത്തിന്റെ ശാസ്ത്രീയമായ ഉപയോഗവും സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ജലഗതാഗതത്തിന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന വ്യാപകമായ മലിനീകരണം നിയന്ത്രിച്ചില്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് ശുദ്ധജലം അപ്രാപ്യമാകും. വിനോദയാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ഹൗസ് ബോട്ടുകൾ കുട്ടനാടിനെ എത്രമാത്രം മലിനപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് അവിടെ അടിക്കടി ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ. മറ്റാവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ശുദ്ധീകരിച്ച കുടിവെള്ളം കൊണ്ട് വാഹനം കഴുകൽ, പൂന്തോട്ടം നനയ്ക്കൽ മുതലായ ദുരുപയോഗവും ജലസേചനം, അമ്യൂസ്മെന്റ് പാർക്കുകൾ മുതലായ അമിത ഉപയോഗവും, പൊതു ടാപ്പുകൾ തുറന്നിടുക, പൈപ്പ് തുറന്നിട്ട് പല്ല് തേക്കുക, പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുക, ടാങ്കുകൾ നിറഞ്ഞു പോവുക മുതലായ പാഴാക്കലുകളും, പൊതു ടാപ്പുകളിൽ നിന്ന് പൈപ്പിട്ട് വെള്ളം പിടിക്കുക, മോഷണം, പൂഴ്ത്തിവയ്പ് മുതലായ നിയമവിരുദ്ധമായ ഉപയോഗവും നടക്കുന്നത് ജനങ്ങൾ ഇടപെട്ട് നിയന്ത്രിച്ചാൽ ഒട്ടേറെ വെള്ളം സംരക്ഷിക്കാൻ കഴിയും. ലഭിക്കുന്ന വെള്ളത്തെ എങ്ങനെ സംരക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം? മലിനപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം? എന്താവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം? അതിന്റെ മുൻഗണന എന്തായിരിക്കണം? ദുരുപയോഗവും അമിത ഉപയോഗവും പാഴാക്കലും എങ്ങനെ തടയാം? കുറച്ചു വെള്ളം ഉപയോഗിച്ച് എങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നിവയെല്ലാം ജല മാനേജ്മെന്റിന്റെ ഭാഗമായി ഓരോരുത്തരും സമൂഹം കൂട്ടായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. കുറഞ്ഞ അളവിൽ വെള്ളം ലഭിക്കുന്നവരും അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. രാജസ്ഥാനിൽ 100 മില്ലി മഴ ലഭിക്കുമ്പോൾ കേരളത്തിൽ 3000 മില്ലി മഴ ലഭിക്കുന്നു. ജലം പൊതുസ്വത്തായാൽ ജല മാനേജ്മെന്റ് സാമൂഹിക നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കണം. ജല മാനേജ്മെന്റ് വാർഡ്സഭയുടെ നിയന്ത്രണത്തിലായിരിക്കണം. പരമ്പരാഗത ജലോപയോഗ രീതികൾ പരിശോധിച്ചാൽ പഴമക്കാർ ജലത്തിന്റെ മഹത്വം മനസ്സിലാക്കിയവരാണെന്ന് കാണാം. വീട്ടുവളപ്പിലെ കാവുകൾ, കുളങ്ങൾ, കിണറുകൾ, തലക്കുളങ്ങൾ, ചിറകൾ, പൊതുജലാശയങ്ങൾ, അമ്പലക്കുളങ്ങൾ, തോടുകളുടെയും നീരുറവകളുടെയും സംരക്ഷണം, വരമ്പിടൽ, തട്ടുതിരിക്കൽ, പറമ്പ് കിളയ്ക്കൽ, പുതയിടൽ തുടങ്ങിയ കാർഷിക മുറകൾ എന്നിവയെല്ലാം പരമ്പരാഗത ജല മാനേജ്മെന്റുകളാണ്. വയലിലായാലും കരപ്രദേശത്തായാലും ഭൂപ്രകൃതിക്കിണങ്ങും വിധവും ജലം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലും വിളകൾ കൃഷി ചെയ്യണം. ഉദാഹരണത്തിന് നെല്ല്, തെങ്ങ്, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവ, കാളത്തേക്ക്, കോട്ടത്തേക്ക്, കുടം വയ്ക്കൽ എന്നീ പരമ്പരാഗത കാണിക്ക ജലസേചന മാർഗങ്ങളും ഉത്തമ മാതൃകകളാണ്. കിണറുകളിൽ നിന്ന് വെള്ളം കോരിയെടുക്കൽ, കിണ്ടി ഉപയോഗിക്കൽ എന്നിവ ഗാർഹിക ജല മാനേജ്മെന്റിന്റെ ഭാഗമായി കണ്ടവരായിരുന്നു പൂർവികർ. ഗാർഹിക മലിനജലം ഉപയോഗിച്ചുള്ള പുരയിട കൃഷി, തെങ്ങിൻ ചുവട്ടിലും വാഴച്ചുവട്ടിലും പാത്രം കഴുകൽ മുതലായവ വെള്ളത്തിന്റെ പുനരുപയോഗം എങ്ങനെയെന്ന് കാണിച്ചു തരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.